ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ദൈവത്തിന്റെ വചനം, ഇത് അസാധാരണമായ ദൈവശക്തി അടങ്ങുന്ന ഒരു വചനമാണ്. ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സകല മേഖലയ്ക്കകത്തും ഭയങ്കര വിടുതൽ ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്രമല്ല, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിനകത്തുനിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവശക്തി അടങ്ങുന്ന ഒരു ദൈവിക വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഇതിനെ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. നിങ്ങൾ ഈ വചനത്തെ സ്വീകരിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം നിങ്ങൾ കേട്ട് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത് അസാധാരണമായിട്ടുള്ള ദൈവപ്രവർത്തികൾ നടക്കുക തന്നെ ചെയ്യും. പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കുക, അതിന് ആമേൻ പറയുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അതിന്റെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസിന്റെ ശക്തമേറിയ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. ആ പ്രാർത്ഥനയിലെ ഒരു വാക്യമാണ് ഞാൻ വായിച്ചത്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഞാൻ ഇങ്ങനെ പറയാം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു അളവറ്റ ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ച് അറിയാൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ വചനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കാൻ ഇന്ന് തയ്യാറായാൽ, ഇന്ന് ഈ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു അളവറ്റ ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും. നമുക്കറിയാം, ലോകത്തിൽ പലതരം ശക്തികളെ കുറിച്ച് നമുക്കറിയാം. ലോകത്തിലെ എല്ലാ ശക്തികളും അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്, അതിനെ അളക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, എഞ്ചിൻ പവറുകളെയൊക്കെ നമ്മൾ അളക്കുന്നത് ഹോഴ്സ് പവറിലാണ്, അല്ല മറ്റു പല ശക്തികളുമുണ്ട്. മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ശക്തികളുണ്ട്. എന്നാൽ ഈ ശക്തിക്കൊക്കെ നമുക്ക് അളക്കാൻ കഴിയും, അതിനൊക്കെ അളക്കുന്ന ഒരു മെഷർമെന്റ് ഉണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ ശക്തിയുടെ ഒരു പ്രത്യേകത, ഇത് അളവറ്റതാണ്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഇതിനെ അളക്കാൻ കഴിയത്തില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും, ഒരു രാജ്യത്തിനും, ഒരു ശാസ്ത്രജ്ഞനും ആർക്കും ഇതിനെ അളക്കാൻ കഴിയത്തില്ല. കാരണം ഇത് അളവറ്റ ശക്തിയാണ്. ഇതിന് മനുഷ്യന്റെ രീതിയിൽ, മാനുഷികമായ നിലയിൽ യാതൊരു തരത്തിലുമുള്ള അളവുകൾ ഇതിനെ നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല. ഇത് അതിനും മീതെ ആയതുകൊണ്ട് ഇതിനെ അളക്കാൻ കഴിയാത്ത അളവറ്റ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തി ഒരു വ്യക്തിയുടെ മേൽ നിഴലിട്ടാൽ, ഒരു വ്യക്തിയുടെ മേൽ ഈ ശക്തി വന്നാൽ, ആമേൻ, ആ വ്യക്തി കൂടെ ദൈവം ചെയ്യുന്നത് അസാധാരണമായ കാര്യമായിരിക്കും. കാര്യം, ഒരിക്കലും ഭൂമിയിൽ നമുക്ക് സാധാരണ തലത്തിൽ കാണാൻ കഴിയുന്നതിനേക്കാൾ അസാധാരണമായ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ആമേൻ, ഈ ശക്തി ഒരു മനുഷ്യന്റെ മേൽ വ്യാപരിച്ചാൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ തന്നെ, ആമേൻ, ഇന്ന് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അസാധാരണമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. നമുക്കതിന്റെ ഇങ്ങനെ വായിക്കുന്നു: വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ശക്തി വ്യാപരിക്കുന്നത്. നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ ശക്തി, കർത്താവേ, ഇപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ആ ശക്തി എന്റെ മേലൊന്ന് പകരപ്പെടണം. എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും ആ ശക്തി ഒന്ന് പകരപ്പെട്ടിരുന്നെങ്കിൽ, എന്റെ മേൽ ആ ശക്തി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് പറയാൻ തയ്യാറായാൽ, ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ, ഇത് ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് ആ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാനിടയായി തീരും. ആമേൻ. അതിന് ശേഷം അതിന്റെ താഴോട്ട് ചില ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ പറയാം, ഇങ്ങനെ ഒരു അളവറ്റ ശക്തി ഉണ്ട്, ഇങ്ങനെ ഒരു അളവറ്റ ശക്തി നിങ്ങൾ പ്രാപിക്കണം, ആ ശക്തിയെ നിങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പൊ ഈ ശക്തി എന്താണ്, ഈ ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് തനിക്കൊരു ഉദാഹരണം താൻ പറയുകയാണ്. ഈ ശക്തി ഒരു വ്യക്തിയിൽ വ്യാപരിച്ചിരുന്നു. അത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവിന്റെ മേൽ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ ഈ ശക്തി വ്യാപരിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുക. അതായത് ഈ ശക്തി എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്, ഈ ശക്തിക്ക് എത്രമാത്രം ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് തെളിയിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ഒരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അതിനകത്ത് പറയുന്നത് അങ്ങനെ അവൻ. മുമ്പേ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി.
അളവറ്റ ശക്തി എന്ന് മുമ്പേ പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ് അവൻ. അപ്പൊ മുമ്പേ പറഞ്ഞത് എന്താണ്? അളവറ്റ ശക്തി. ഇപ്പോൾ പറയുന്നത് അവൻ. അതിനർത്ഥം ഈ അളവറ്റ ശക്തി ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ അളവറ്റ ശക്തിക്ക് അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയാം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്. ആമേൻ. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ഈ അളവറ്റ ശക്തി വ്യാപരിക്കുകയാണ്. ചില കുടുംബത്തിന്റെ മേൽ ഈ അളവറ്റ ശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അളവറ്റ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ നിങ്ങളുടെ അതിരുകളെ പൊളിച്ച് നിങ്ങളെ ആക്കി വെച്ചിരുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തിയാണ് ഈ അളവറ്റ ശക്തി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുന്നവരായി തീരുക, പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുന്നവരായി തീരുക. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. അപ്പൊ ഓർക്കണം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവാണ് ഉയർപ്പിച്ചത്. അപ്പോ പരിശുദ്ധാത്മാവ് എത്ര അധികം ശക്തിയുള്ളതാണ്, മരിച്ച വ്യക്തിയെ ഉയർപ്പിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ദൂത് പോലെ വിളിച്ചു പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഡെഡ് ആയിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, അതിനി ഒരിക്കലും ജീവൻ വെക്കത്തില്ല, അത് ഒരിക്കലും ഇനി ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിധി എഴുതി മാറ്റിവെച്ച പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ആ പ്രാർത്ഥനാ വിഷയങ്ങളെ ജീവിപ്പിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നിങ്ങളുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ഒരിക്കലും സാധ്യതയില്ലെന്ന് നിങ്ങൾ പറയുന്ന, ഒരിക്കലും അത് മുളയ്ക്കാൻ സാധ്യതയില്ല, ആ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരിക്കലും ഒരു മറുപടി ലഭിക്കാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾ തന്നെ വിധി എഴുതിയ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഇന്ന് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ അവൻ ആ മരിച്ചുപോയ ഡെഡ് ആയിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നു. അവൻ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. ആമേൻ. നിങ്ങൾ നോക്കണേ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും. ഇന്ന് നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് വ്യാപരിക്കുന്ന ഏത് ശക്തിയുമായിക്കൊള്ളട്ടെ ഉള്ളത്, നിങ്ങളെ ഒരു പക്ഷേ അത് ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ദേശത്ത് വ്യാപരിക്കുന്ന അന്യാരാധനയുടെ ശക്തികൾ, ദുഷ്ടശക്തികൾ, പൈശാചിക ഗോപുരങ്ങൾ നിങ്ങളെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന എല്ലാ ശക്തികളും ഒരുപക്ഷെ നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് സകലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ ഇതൊരു സുവാർത്തയാണ് നിങ്ങളോട് പറയുന്നത്. ഈ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ ഇവിടുത്തെ ഏത് വാഴ്ചയാണെങ്കിലും, ഏത് കർത്തൃത്വമാണെങ്കിലും, ഏത് ശക്തിയാണെങ്കിലും, ഏത് അധികാരമാണെങ്കിലും അതിനു മീതെ തലയാക്കി വെക്കും. അതിനു മീതെ അവൻ മാത്രമല്ല, ഇങ്ങനെ വായിക്കുന്നത്, കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. ആമേൻ, ഹല്ലേലൂയ. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു, സകലതും അവന്റെ കാൽ കീഴിലാക്കി വെച്ചു, സർവത്തിന് മീതെ തലയാക്കി എന്നാ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ഒരുപക്ഷെ കടഭാരം നിങ്ങളുടെ മീതെ വാഴുന്നുണ്ടായിരിക്കാം, രോഗങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് വാഴുന്നുണ്ടായിരിക്കാം, രോഗങ്ങൾ വാഴുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തകർന്നു പോയ വ്യക്തിയായിരിക്കാം, കുടുംബത്തിനകത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയ തകർച്ചയിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം, രോഗബന്ധനങ്ങൾക്കകത്ത് നിങ്ങൾ കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും, മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല, ദാരിദ്ര്യം നിങ്ങളുടെ മേൽ വാണുകൊണ്ടിരിക്കുകയായിരിക്കാം. പ്രിയമുള്ളവരെ, ഇതൊരു സുവാർത്തയാണ്. ഇന്ന് നിങ്ങളുടെ വിടുതലിന്റെ വചനം പറയുന്നത്, നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട, ഈ ശക്തിയെ നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ, ഈ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യാപരിച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഇതിനെ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ പ്രിയമുള്ളവരെ, സകലതും നിങ്ങളുടെ കാൽച്ചുവട്ടിലാകാൻ പോവുകയാണ്. രോഗങ്ങൾ നിങ്ങളുടെ കാൽച്ചുവട്ടിലാകാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ക്യാൻസർ എവിടെയാണ്? ക്യാൻസർ നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. തളർവാദ രോഗങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. മുഴകൾ എവിടെയാണ്? നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. ഏത് രോഗത്തിന്റെ ബന്ധനമാണെങ്കിലും
അവൻ ലോകം മുഴുവൻ വിധി എഴുതിക്കോട്ടെ, ഡോക്ടർമാർ വിധി എഴുതിക്കോട്ടെ, ഈ രോഗത്തിന് ശമനമില്ല, ഈ രോഗത്തിന് ഒരിക്കലും വിടുതൽ ലഭിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഡോക്ടർമാർ വിധി എഴുതി വെച്ചിരിക്കുകയായിരിക്കാം, നിനക്ക് ഒരിക്കലും ഒരു വിടുതൽ ലഭിക്കാൻ പോകുന്നില്ല, നീ മരിക്കാൻ പോവുകയാണ്, നീ ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ലെന്ന് ഒരുപക്ഷെ ഡോക്ടർമാർ വിധി എഴുതി കാണും. പക്ഷെ ഞാൻ ദൂതുപോലെ വിളിച്ചു പറയാം, നിന്റെ മുമ്പിൽ നിന്നെ വാഴുന്ന രോഗം ഇനി നിന്നെ വാഴത്തില്ല. ഈ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ രോഗം നിന്റെ കാൽച്ചുവട്ടിലാകും, രോഗബന്ധനങ്ങൾ നിന്റെ കാൽച്ചുവട്ടിലാകാൻ തുടങ്ങും. അവൻ ബന്ധനങ്ങൾ കാൽച്ചുവട്ടിലാകും, അവൻ പ്രതികൂലങ്ങൾ കാൽച്ചുവട്ടിലാകും, അവൻ കടഭാരങ്ങൾ കാൽച്ചുവട്ടിലാകും. ഹല്ലേലൂയ. ദാരിദ്ര്യങ്ങൾ കാൽച്ചുവട്ടിലാകും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് കടഭാരങ്ങളുമായി ഭാരപ്പെടുന്ന, കടഭാരവുമായി ബന്ധപ്പെട്ട് അനേക നാളുകളായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് സംസാരിക്കുക. ഈ കടഭാരത്തിനകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഈ ശക്തിക്ക് കഴിയും. ഈ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്റെ കടഭാരത്തിന് പരിഹാരം തരുവാൻ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിളിനകത്തു നിന്ന്, നീ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്കകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ശക്തിക്ക് കഴിയും. നിന്റെ മേൽ വാണിരിക്കുന്ന രോഗബന്ധനങ്ങൾ ഈ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ആ രോഗബന്ധനത്തിന്റെ സകല ബന്ധനങ്ങളും കെട്ടുകളും ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് പറയുക, ഈ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതാ പറയുന്നത്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവർ, അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചു. വല്ലവിധേന നിങ്ങൾ ഈ ശക്തി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഇത് ഞാൻ ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ ശക്തിയെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് സ്വീകരിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പരാജയമാകത്തില്ല, നിങ്ങൾ ഉടഞ്ഞു പോകത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല. ജീവിതത്തിനകത്ത് നിങ്ങൾ ഒത്തിരി തകർന്ന വ്യക്തിയായിരിക്കാം, ഒത്തിരി ഉടഞ്ഞ വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ പലതവണ നിങ്ങൾ പരാജയം അനുഭവിച്ച വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ കാര്യത്തിനകത്ത് നിങ്ങൾ പരാജയപ്പെട്ട വ്യക്തിയായിരിക്കാം. കുടുംബ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ട വ്യക്തിയായിരിക്കാം. സാമ്പത്തിക മേഖലകൾക്കകത്ത് പരാജയപ്പെട്ട് കണ്ടേക്കാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, നിങ്ങൾ എന്നുമെന്നും പരാജയമല്ല കേട്ടോ. നിങ്ങൾ എന്നുമെന്നും പരാജയപ്പെടാനല്ല ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതികളുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ദൈവീയ വചനത്തിന് നീ ചെവി കൊടുക്ക്. ആത്മാവ് നിന്നോട് സംസാരിക്കുന്നതിനെ നീ സ്വീകരിക്ക്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, സ്വീകരിച്ചു തുടങ്ങ്. ഈ ദൈവശക്തിയെ നീ സ്വീകരിക്ക്. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലയ്ക്കകത്തും ഈ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഈ ശക്തി നിന്നെ വീടിനകത്ത് ഒതുക്കുന്ന ശക്തിയല്ല. ഈ ശക്തി നിന്നെ പുറത്തേക്ക് ഇറക്കുന്ന ശക്തിയാണ്. ഈ ശക്തി നിന്നെ നയിക്കുന്ന ശക്തിയാണ്. ഈ ശക്തിക്ക് നിന്നെ വീണ്ടും മുമ്പോട്ട് നടത്തുവാൻ കഴിയുന്ന ശക്തിയാണ്. നമുക്ക് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ വേഗത്തിലിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇതിനകത്തും പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കാനിടയായി തീരും. പരിശുദ്ധാത്മാവ് പ്ലസ് ശക്തി വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ സകല കാര്യത്തിനും വിടുതലാണ്. പരിശുദ്ധാത്മാവ് പ്ലസ് ശക്തി വന്നാൽ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസാധ്യമെന്ന് പറയുന്ന ഏത് മേഖലയാണെങ്കിലും അതിനെ സാധ്യമാക്കാൻ കഴിയുന്നതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇത് വെറും ശക്തിയല്ല, ഇതൊരു വ്യക്തിയാണ്. ഇത് നിങ്ങളുടെ കൂടെ നടക്കുന്ന ശക്തിയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ കഴിയും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവ് എന്റെ പ്രശ്നങ്ങൾ ഇതാണ്, എനിക്കത് പരിഹാരം നീ തരണം, എനിക്ക് വേണ്ടി നീ വഴി തുറക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കും. മുമ്പോട്ടുള്ള വഴി ഞാൻ എങ്ങനെ പോകണം, എങ്ങോട്ടാണ് ഞാൻ സ്റ്റെപ്പ് വെക്കേണ്ടത്, എന്താണ് ഞാൻ അടുത്തത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചോദിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവമാണ്. ഒരിക്കലും നിങ്ങളെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കത്തില്ല. വഴി വെച്ച് നിങ്ങൾ തകർന്നു പോകാൻ അവൻ സംഗതി വരുത്തത്തില്ല. നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇതിനകത്ത് എന്നിട്ട് പറയുന്നതാണ്, ശക്തി ലഭിച്ചത് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. അപ്പോൾ ഈ ശക്തി വന്നാലുള്ള ഒരു പ്രത്യേകത, നിങ്ങൾ സാക്ഷികളാകും.
ഈ ശക്തി വ്യാപരിച്ചാൽ നിങ്ങൾ വീടിനകം കൊണ്ട് ഒതുങ്ങത്തില്ല കേട്ടോ. നിങ്ങൾ വീടിനകത്ത് ഒതുങ്ങിപ്പോകത്തില്ല. മറിച്ച് ഈ ശക്തി നിങ്ങളുടെ മേൽ തരുന്നത് എന്തിനെന്നറിയാമോ? നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളായി തീരാനാണ്. ഈ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ ഒരു പബ്ലിക്കായിട്ട് നിങ്ങൾ ഒരു സാക്ഷ്യം പറയുന്ന വ്യക്തിയാകും. നിങ്ങൾ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന ഒരു വ്യക്തിയാകും. നിങ്ങളിൽ കൂടെ അനേകർ രക്ഷയിലേക്ക് വരും. മാത്രമല്ല ഇത് യഹൂദിയയിലും യെരൂശലേമിലും മാത്രമല്ല ഭൂമിയുടെ അറ്റം വരെ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ഇത് നിങ്ങളുടെ ദേശം കൊണ്ട് നിങ്ങൾക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല. നിങ്ങളുടെ ആ ഒരു പ്രത്യേക ഏരിയ കൊണ്ട് നിങ്ങൾക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല. മറിച്ച് നിങ്ങളെ പുറത്തിറക്കും. ഇത് നിങ്ങളുടെ ഭവനത്തിനകത്തും നിങ്ങൾ വീടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനകത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുപോയി ലോകത്തിന്റെ അറ്റം വരെ നിങ്ങളെ കൊണ്ടുപോകുന്ന ദൈവശക്തിയാണ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി വഴികൾ തുറക്കുകയാണ്. ലോകത്തിന്റെ അറ്റത്തോളം പോകാനുള്ള വഴികൾ, അവൻ ചില രാജ്യങ്ങളിലേക്കുള്ള വഴികൾ ചിലർക്ക് വേണ്ടി തുറക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെ വീടിനകത്ത് ഒതുക്കുന്നതല്ല ഈ ശക്തി, നിങ്ങളുടെ വീടിന് പുറത്തേക്ക് ഇറക്കുന്നതാണ്. ചില ദേശങ്ങളിലേക്ക് നിങ്ങളെ അയക്കുന്നതാണ്. ചില രാജ്യങ്ങളിലേക്ക് നിങ്ങളെ അയക്കുന്നത്, ചില സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങളെ അയക്കുന്നതാണ്. ഈ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ നിങ്ങൾക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളെ ലോക രാജ്യങ്ങൾ അറിയാൻ പോവുകയാണ്, ദേശങ്ങൾ അറിയാൻ പോവുകയാണ്, വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് ഈ വചനം നിങ്ങളുടെ വീടിനകത്ത് ഭയങ്കര അത്ഭുതമായി വെളിപ്പെടാൻ പോവുകയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്ന് ഈ ഭവനത്തിനകത്ത് ഇതൊരു വിടുതലായി വ്യാപരിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ കാണാത്ത ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുന്ന ദിവസങ്ങളാണെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം. പ്രിയമുള്ളവരെ, ഈ ശക്തിക്ക് വേണ്ടി നിങ്ങൾ വാഞ്ചിക്കുക. ഈ ശക്തിയെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുക. ഈ ശക്തിയെ നിങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ട് നടക്കാൻ തയ്യാറാകും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവ് ഇന്ന് ഈ വചനം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഏതെങ്കിലും വ്യക്തികൾ തകർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ, ഉടഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിൽ പരാജയം അനുഭവിച്ചവരുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് അവർക്ക് വിടുതലായി മാറട്ടെ. അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തിയായി മാറട്ടെ. കർത്താവ് ഇവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണം. ഇതുവരെ വ്യാപരിക്കാത്ത ദൈവശക്തി, അളവറ്റ ശക്തി അവരുടെ ജീവിതത്തിൽ വ്യാപരിച്ച് അവർ പരാജയപ്പെട്ട സകല മേഖലകൾക്കകത്തും അവർക്ക് ജയത്തെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. കർത്താവ് ഇനി ഇവരൊരു പരാജയമല്ല, ഇവരിനി ജയമാണ്. ഒരിടത്തും ഇവരിനി പരാജയപ്പെടത്തില്ല. ജീവിതത്തിൽ എവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ, ജീവിതത്തിനകത്ത് എവിടെയൊക്കെ കയ്പുകൾ അനുഭവിച്ചിട്ടുണ്ടോ, അതിനെയെല്ലാം മാറ്റി